അപ്പോൾ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിതീഷ് തൊലത്തുവേൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അരവഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രകാശ് സാറിന്റെ തോട്ടത്തിലാണുള്ളത്. ഏകദേശം 1000-ലധികം വരുന്ന 3 വർഷമായ കവുങ്ങിനും 200-ലധികം വരുന്ന വലിയ കവുങ്ങുകൾക്കും 100-ലധികം വരുന്ന ഒരു 3 വർഷം പ്രായമായ തെങ്ങുകൾക്കും അതുപോലെ തന്നെ 100-ലധികം വരുന്ന വലിയ തെങ്ങുകൾക്കുമാണ് ഇന്നിവിടെ വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കൂടെയിലെ പ്രിയപ്പെട്ട ഇതിന്റെ തോട്ടം മാനേജർ കൂടിയായ പ്രിയപ്പെട്ട റോയ് സാറാണ്. അതുപോലെ തന്നെ ചെറുപുഴ, സുരേഷ് തയ്യേനി എന്നിവരാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിലെ 24-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇക്കോസേർട്ടിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്ന ബയോഫിറ്റിന്റെ ജൈവവള കാറ്റഗറിയിൽ വരുന്ന ലിക്വിഡ് ആയിട്ടുള്ള 25% മുതൽ 40% വരെ ചെലവ് കുറച്ച് 25% മുതൽ 50% വരെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ചാക്ക് കണക്കിലുള്ള ഖരാവസ്ഥയിലുള്ള വളപ്രയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ദ്രാവക രൂപത്തിലുള്ള നമ്മുടെ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ 1 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായി തന്നെ നമ്മുടെ 200 ലിറ്ററിന്റെ ബാരലിലേക്ക് 200 ലിറ്റർ വെള്ളം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളും ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായി തന്നെ നമ്മൾ സസ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടുള്ള മൂലകങ്ങൾക്ക് വേണ്ടിയുള്ള നൈട്രജൻ 400 ml ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഇന്ന് 78% നൈട്രജനാണ്. ഈ നൈട്രജനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് അസറ്റോബാക്ടർ ബാക്ടീരിയകളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ നൈട്രജനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു. സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് 14 മൂലകങ്ങളാണ്. പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ തന്നെ പ്രധാന മൂലകങ്ങളിൽ വരുന്നതാണ് പ്രധാന മൂലകങ്ങളിൽ വരുന്നതാണ് NPK. അതിൽ നൈട്രജൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് മണ്ണിലും, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിലുള്ള ഫോസ്ഫറസിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ്, നാനോ ടെക്നോളജിയിലുള്ള ബാക്ടീരിയകളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് 400 ml 200 ലിറ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ പ്രധാന മൂലകങ്ങളിൽ വരുന്ന മൂന്നാമത്തതാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് മണ്ണിലുള്ള പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളിലൂടെ മണ്ണിലുള്ള പൊട്ടാഷിനെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും 400 ml എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml പൊട്ടാഷ് മിക്സ് ചെയ്തു. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഷേത്ത് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. മണ്ണിലെ ഫലഭൂയിഷ്ഠതയാക്കുന്നതിന് വേണ്ടി, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയൊരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് വരുമ്പോൾ മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവയൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഷേത്തും നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ. പൾവിക്ക്, ഹ്യൂമിക്ക്, അതുപോലെ തന്നെ CVD എക്സ്ട്രാക്റ്റിന്റെ അതിനൂതന സാങ്കേതിക വിദ്യയാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ബോട്ടിലുള്ളത്. സ്റ്റിംറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അത് വേരുകളെ പ്രൊമോട്ട് ചെയ്യുന്നു, സസ്യത്തിനെ കാണ്ഡത്തെ ബലപ്പെടുത്തുന്നു, പച്ചപ്പിനെ സ്വാധീനിക്കുന്നു, കായകളുടെ സൈസിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. മിക്സ് ചെയ്യുന്നത് നമ്മൾ ക്ലോക്ക് ബേസിലാണ് മിക്സ് ചെയ്യേണ്ടത്. അതിന് വടിയെടുത്ത് ക്ലോക്ക് ബേസിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കവുങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റമാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നത്. 3-ാം വർഷമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് റോയ് സാറിൻ്റെ ഒരു അനുഭവം. റോയ് സാറേ നമസ്കാരം. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റങ്ങളെ കുറിച്ച് കർഷകരോട് എന്താണ് അഭിപ്രായം? മാറ്റങ്ങൾ കാണുന്നില്ല. നല്ല രീതിയിൽ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്. ഓക്കെ. ഇത് തന്നെയാണ് കർഷകർക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള, കാരണം ഇവിടെ നല്ല രീതിയിൽ വളപ്രയോഗം നമ്മുടെ വളങ്ങളല്ല മറ്റു വളങ്ങളായാലും നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരു തോട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം ഈ പറമ്പിൽ കാണാനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മൾ ഓരോ കവുങ്ങിൻ്റെ ചുവട്ടിലേക്കും തെങ്ങിൻ്റെ ചുവട്ടിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വാച്ച് ചെയ്യുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇത് ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സജസ്റ്റ് ചെയ്യാനുള്ളത്. ഏതാവശ്യത്തിനും നമ്മൾ വേണ്ടി ബന്ധപ്പെടുക. 8547666622. താങ്ക് യു.